ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയുടെ പുതിയ ചിത്രം പുറത്തുവന്നു. കുറ്റകൃത്യത്തിന് ശേഷം പ്രതി ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലെത്തിയ ചിത്രങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളാണ്. മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സെയ്ഫ് അലി ഖാൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്നും ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആശ്വാസകരമായ വാർത്തയാണ്. കാരണം അദ്ദേഹത്തിന് ഏറ്റ കുത്തിൽ 2 കുത്ത് ആഴത്തിലുള്ള കുത്താണ് എന്ന രീതിയിലുള്ള വാർത്ത വന്നിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. നിങ്ങൾക്കറിയാം. കൂടുതൽ വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവയ്ക്കും മുംബൈയിൽ നിന്ന്. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. SK ഇപ്പോൾ പുതിയ ഒരു CCTV ദൃശ്യം കൂടി പ്രതിയുടേതായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഈ പ്രതി കുറ്റകൃത്യത്തിന് ശേഷം പുറത്തു വന്നതിന് ശേഷം വസ്ത്രം മാറിയിട്ടുണ്ട് എന്നതാണ്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാവാം ഒരുപക്ഷെ അങ്ങനെ ഒരു നീക്കം ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇയാൾ ബാന്ദ്രയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് നല്ല സോപ്പാര, അതായത് വടക്കോട്ട് അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിച്ചു എന്നതാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 20ഓളം സംഘങ്ങളെ തിരിഞ്ഞ് വിശദമായ അന്വേഷണം തെരച്ചിൽ പോലീസ് ഏതായാലും ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. പ്രതിയുടെ മുഖം കൃത്യമായി തന്നെ പോലീസിന്റെ കൈവശമുണ്ട്. കാരണം ഈ ആദ്യ ദിവസം തന്നെ ഈ സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ 6ാം നിലയിൽ ഒരു CCTV ദൃശ്യം പോലീസിന് കിട്ടിയിരുന്നു. അതിൽ പ്രതി CCTVയിലേക്ക് നോക്കുന്നത് കൃത്യമായി തന്നെ കാണാൻ വേണ്ടി കഴിയും. ഏതാണ്ട് ഇതേ മുഖച്ഛായുള്ള ഒരാളെയാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ഏതാണ്ട് 4 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ചോദ്യം ചെയ്തു. DCP അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് ജോയിന്റ് കമ്മീഷണർ പിന്നീട് 4 മണിയോടെ വൈകിട്ട് നമ്മളെ അറിയിച്ചത്. ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നും അദ്ദേഹം തെളിച്ചു പറഞ്ഞു. പിന്നാലെ ആഭ്യന്തര സഹമന്ത്രി സംസ്ഥാനത്തെ യോഗേഷ് കദമും ഇതേ കാര്യം തന്നെ പറഞ്ഞു, ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇയാളെ നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ജീപ്പിൽ ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. മുഖം മറച്ച് തല താഴ്ത്തി വെച്ചാണ് ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എവിടെ ഇയാളെ വിട്ടു എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വിവരവുമില്ല. ഇനി പോലീസ് വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ടോ രഹസ്യ കേന്ദ്രത്തിൽ അടക്കമുള്ള സംശയങ്ങളൊക്കെ പല കോണിൽ നിന്നുണ്ട്. ഏതായാലും അതിനൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല. സെയ്ഫ് അലി ഖാൻ്റെ ആരോഗ്യ സ്ഥിതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം നടന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഏതായാലും അങ്ങനെ കായികമായ അധ്വാനമൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ നൽകുന്നില്ല. ബെഡ് റെസ്റ്റ് തന്നെ പോലീസ് ഈ ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് തുടരുന്നു. അണുബാധ ഉണ്ടാവാതിരിക്കാൻ ഈ സന്ദർശകരൊക്കെ കാര്യമായി തന്നെ വിലക്കിയിട്ടുണ്ട്. പോലീസ് സെയ്ഫ് അലി ഖാൻ്റെയും കരീന കപൂറിൻ്റെയും മൊഴി ഇന്നലെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.